ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രോമിൽ കൂടി ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ്. പല ആൾക്കാരും ഫേസ്ബുക്കിൻ്റെ നോർമൽ പ്രൊഫൈലിൽ നിന്നോ അല്ലെങ്കിൽ പേജിൽ നിന്നോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. അത് നമ്മൾക്ക് ക്രോമിൽ കൂടി പോയിട്ട് ഫേസ്ബുക്കിൻ്റെ തന്നെ ആപ്പായ മെറ്റ ബിസിനസ് സ്യൂട്ട്, അതായത് സെയിം നമ്മുടെ യൂട്യൂബിൻ്റെ പിന്നെ YT സ്റ്റുഡിയോ പോലെയുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് നമ്മൾക്ക് ക്രോമിൽ കൂടി നമ്മൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ഓപ്ഷൻ ഉണ്ട് ലഭിക്കുന്നുണ്ട്, അതേ സെയിം നമ്മൾക്ക് ഫേസ്ബുക്ക് ക്രോമിൽ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷെ അത് നോർമൽ നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ടോ അല്ലെങ്കിൽ പേജിൽ പോയിട്ട് ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതല്ല. അപ്പോൾ ക്രോമിൽ കൂടി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനൊരു വീഡിയോ ആക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വീഡിയോയുടെ തമ്പനെയിൽ. ഈ തമ്പനെയിൽ നമ്മൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾക്ക് ക്രോമിൽ കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫേസ്ബുക്കിൻ്റെ നോർമൽ പേജിലോ പ്രൊഫൈലിലോ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരിക്കലും ഈ വീഡിയോയുടെ തമ്പനെയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്നില്ല, ഇപ്പോൾ എൻ്റെ വീഡിയോൻ്റെ ഫ്രണ്ടിലൊക്കെ നിങ്ങൾ മെയിനായിട്ട് കാണുന്ന തമ്പനയില്ലേ, ആ തമ്പനയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ തമ്പനയിൽ നമ്മൾ ബെറ്റർ ആയിരിക്കണം. അത് ഈ ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ തമ്പനയിൽ വെക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്, അതുകൂടാതെ അതിൻ്റെ ഹാഷ്ടാഗ്, ഡിസ്ക്രിപ്ഷന്, ഇങ്ങനെയുള്ള പല ഓപ്ഷൻസും നമ്മൾക്ക് കൂടുതലായിട്ടും ലഭിക്കുന്നത് ക്രോമിൽ കൂടി ചെയ്യുമ്പോഴാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ക്രോമിൽ കൂടി നമ്മൾക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ടോപ്പിക്ക്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമാവുന്ന വീഡിയോ ആണിത്. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്, ലാസ്റ്റ് വരെ കാണുക, അപ്പോഴോ നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. നിങ്ങൾക്ക് ഷോർട്സ് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലത് ഇൻസ്റ്റാഗ്രാം വഴിയായിട്ട് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനാണ് നിങ്ങൾ ഈ വീഡിയോ, എൻ്റെ ഈ തമ്പനിയിൽ കാണുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ എൻ്റെ ഈ ചാനലിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. ഫോട്ടോസും കാര്യങ്ങളൊക്കെ അത് ഡയറക്റ്റ് ഫേസ്ബുക്കിൻ്റെ നോർമൽ പ്രൊഫൈലിനും പേജിൽ നിന്നും നോർമലായിട്ട് ചെയ്താൽ മതി. അതിന് ഈ ക്രോമിലേക്ക് വരേണ്ട ആവശ്യമില്ല. ക്രോമിലേക്ക് നിങ്ങൾ ലോങ് വീഡിയോ മാത്രം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്രോമിൽ കൂടി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കേണ്ട, വീഡിയോയിലെ കാണാം. അപ്പോൾ നമുക്ക് ക്രോമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സെർച്ച് ബാറിൽ നമ്മുടെ facebook.com അടിച്ചു കഴിഞ്ഞാൽ മുകളിൽ തന്നെ വരും. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ഞാൻ ഇവിടെ 3 ഡോട്ട്, ഇവിടെ കാണുന്ന 3 ഡോട്ടിൽ പോയിട്ട് ഞാൻ ഡെസ്ക്ടോപ്പ് ഞാൻ ഓഫാക്കി വെച്ചിട്ടാണുള്ളത്. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ക്രോമിൻ്റെ കൂടി, അതായത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് നമ്മൾക്ക് ഫേസ്ബുക്ക് ഓപ്പൺ ആക്കുന്നത് അതേ രീതിയിൽ നമുക്ക് ഇതിൽ കൂടി ഓപ്പൺ ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാ ഫോണിലും ഈ സെറ്റിങ്സ് ഇല്ല. ചില ആൾക്കാരുടെ ഫോണിൽ നമ്മൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നിങ്ങൾക്ക് ആപ്സ് സെർച്ച് ചെയ്യാം, ആപ്ലിക്കേഷന് സെർച്ച് ചെയ്യാം. ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ആപ്ലിക്കേഷൻസ് ഒക്കെ വരുന്നതായിരിക്കും. ഓക്കെ, ആപ്ലിക്കേഷൻ ഇതാ വരുന്നതായിരിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോണിലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഫേസ്ബുക്കാണ്. അപ്പോൾ ഫേസ്ബുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഫേസ്ബുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഫേസ്ബുക്ക് എത്തിയിട്ടുണ്ട്. ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണാൻ പറ്റും, നമുക്ക് സെറ്റ് എസ് ഡിഫോൾട്ട് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ഈ സെറ്റ് എസ് ഡിഫോൾട്ടിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഓപ്പൺ സപ്പോർട്ടഡ് ലിങ്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് എല്ലാവരുടെയും ഫോണിൽ ഈ ഓണിലായിരിക്കും ഉണ്ടാകുന്നത്. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങളത് ഓഫാക്കിയിട്ട് വെക്കുക. ഓക്കെ, നിങ്ങളത് ഓഫാക്കി വെച്ചിട്ട് രണ്ടാമത് നിങ്ങൾ ക്രോമിൽ കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ക്രോമിൽ കൂടി നിങ്ങൾക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ക്രോമിൽ കൂടി നമ്മൾക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഉപകാരമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോസ് നമ്മൾക്ക് മസ്റ്റായിട്ടും ക്രോമിൽ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരാം. അപ്പോൾ ക്രോമിൽ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്കിവിടെ facebook.com അടിച്ചു കൊടുക്കുക. facebook.com അടിച്ചു കൊടുക്കുക. അടിച്ചു വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഡെസ്ക്ടോപ്പ് ഇവിടെ ഓൺ ആക്കിയിട്ട് വെക്കണം. അത് വെച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടാണ് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് പോയത്. അപ്പം വെച്ചതിന് ശേഷം ഇത് നമ്മുടെ ഫേസ്ബുക്കിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ അറ്റത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ
ആക്കിയിട്ട് കാണിച്ചു തരാം. ഈ അറ്റത്ത് നമ്മുടെ പ്രൊഫൈലുണ്ട്, ഈ കോർണറിൽ പ്രൊഫൈലുണ്ട്. ഈ പ്രൊഫൈല് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവിടെ അതിൻ്റെ അണ്ടറിൽ, നമ്മുടെ പ്രൊഫൈലിൻ്റെ അണ്ടറിൽ കാണുന്ന പേജസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എൻ്റെ 2 പേജ് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പേജിലേക്ക് ഡയറക്റ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പേജ് നമുക്ക് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ പേജിൽ കൂടിയിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്തിട്ട് കാണിക്കുന്നത്. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ കോർണറിൽ ക്ലിക്ക് ചെയ്യാം. നമ്മുടെ ഈ കോർണറിൽ ഉള്ള ഫേസ്ബുക്കിൻ്റെ ആ പേജിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിവിടെ കാണാൻ പറ്റും. ഏറ്റവും അടിഭാഗത്ത് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് കാണാൻ പറ്റും. ഞാൻ സൂം ആക്കിയിട്ട് കാണിക്കുക. കണ്ട, ഏറ്റവും അടിഭാഗത്ത് മെറ്റാ ബിസിനസ് സ്യൂട്ട് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത്. കണ്ട, കാണാൻ പറ്റും. ഇതെൻ്റെ ഫേസ്ബുക്കിൻ്റെ പേജാണ്, സാജിസ് ടെക് എന്നുള്ള ഫേസ്ബുക്ക് പേജാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് പോസ്റ്റ് എന്ന് കാണാൻ പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റ് റീല്, ക്രിയേറ്റ് സ്റ്റോറി, ഗോ ലൈവ്, മോർ ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് നമ്മൾക്ക് സാധാ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ നിന്നും പേജിൽ നിന്നും ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഗുണം നമുക്ക് ഇവിടെ ക്രോമിൽ കൂടി വന്നു കഴിഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോ റീൽസ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇൻസ്റ്റഗ്രാം വഴിയായിട്ട് നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗുണം ലഭിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ നിന്ന് റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ തമ്പനയിൽ വെക്കാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ലഭിക്കുന്നില്ല. അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാമിലെ കൂടി നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് തമ്പനയിൽ വെക്കാനുള്ള ഓപ്ഷൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ക്രിയേറ്റ് പോസ്റ്റിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു ഇൻ്റർഫേസ് വരുന്നത് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റഗ്രാമിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ടിക്ക് ഉണ്ട്. ആ ടിക്ക് ആദ്യം ഒഴിവാക്കുക. ലോങ് വീഡിയോ നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. മുകൾ ഭാഗത്ത് അവിടെ ആദ്യം ടിക്ക് ചെയ്തിട്ട് ഓൺലി നമ്മുടെ പേജിലേക്ക് മാത്രം ആക്കുക. എന്നിട്ട് നമ്മൾക്കിതാ ഇവിടെ ഈ കാണുന്ന രണ്ടാമത്തെ ഓപ്ഷനിൽ ആഡ് വീഡിയോ. ഓക്കെ, ആഡ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആഡ് ഫോട്ടോ എന്ന് കാണാൻ പറ്റും. അതൊന്നും ഫോട്ടോസൊന്നും നമുക്കിതിൽ ചെയ്തിട്ട് കാര്യമില്ല. നോർമൽ പ്രൊഫൈലിലും പേജിൽ നിന്ന് ചെയ്യുന്നതായിരിക്കും ഗുണം ചെയ്യൽ. അപ്പോൾ നമുക്ക് ഈ ആഡ് വീഡിയോ എന്ന് കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഡെസ്ക്ടോപ്പ് ഫ്രം അപ്ലോഡ് ഫ്രം ഡെസ്ക്ടോപ്പ്, ആഡ് ഫ്രം ഫയൽ മാനേജർ. അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ കാണുന്ന ഓപ്ഷനിൽ അപ്ലോഡ് ഫ്രം ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യാം. നമ്മൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോസ് നേരെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. നേരെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന വീഡിയോസ് അവിടെ ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തു, ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പം അപ്ലോഡ് ആവുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിലേക്ക് ആ വീഡിയോസ് ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നുണ്ട്. അത് ഞാനിവിടെ ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇതിവിടെ അപ്ലോഡായി വരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ സൂം ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്ലോഡായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 8%. ഇനി നമുക്ക് ടൈറ്റിൽ വെച്ച് കൊടുക്കാം. ടൈറ്റിൽ ഇത് ഇവിടെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ഇവിടെ ജസ്റ്റ് ഒരു ഫേസ്ബുക്ക് അപ്ഡേറ്റ് ജസ്റ്റ് ഞാൻ വെറുതെ ഒരു ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് ചെയ്യുന്നതാണ്. പിന്നെ നമുക്കിവിടെ വേണ്ടുന്ന #എല്ലാം വെക്കാം. 2-3 #എല്ലാം വെച്ച് കൊടുക്കുക. ഫേസ്ബുക്ക് ടിപ്സ്, ഫേസ്ബുക്ക് ടിപ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് 2-3 #എല്ലാം വെച്ച് കൊടുക്കുക. അതിന് ശേഷം എന്താക്കുക, ഇത് നമുക്കിവിടെ നേരെ കോപ്പി ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്തതിന് സെലക്ട് ഓൾ കാണും. സെലക്ട് ഓൾ കണ്ടതിന് ശേഷം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം കോപ്പി അടിച്ച് കൊടുക്കുക. കോപ്പി അടിച്ചതിന് ശേഷം ഈ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമുക്കത് പേസ്റ്റ് ചെയ്യാം. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്ര #ആ വെച്ച് കൊടുക്കേണ്ടത്, അതിൽ വേറെ എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങൾക്ക് അതിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ അതിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം ഇവിടെ ഈ അതിൻ്റെ താഴെ ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇമോജി. ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ഒരുപാട് ഗുണം ചെയ്യും. ഇമോജി നമ്മുടെ ഏതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്. ഇതിൻ്റെ ഒരു ഇമോജി നമുക്ക് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് എന്നുള്ള ഈ ഇമോജി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സേവ് അടിച്ച് കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഇവിടെ ലൊക്കേഷൻസ് ഇവിടെ എൻ്റർ ലൊക്കേഷൻ അടിക്കുമ്പോൾ കേരള നമുക്ക് അടിച്ചു കൊടുക്കാം, കേരള. ഓക്കെ, എന്നിട്ട് സേവ് അടിച്ചു കൊടുക്കാം. സേവ് അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അത് അവിടെ ആ 2 എണ്ണം മാത്രം മതി. അതിനുശേഷം ഇവിടെ ടോപ്പിൽ ഇവിടെ ലാംഗ്വേജ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മലയാളം ആക്കി കൊടുക്കണം കേട്ടോ. മലയാളം ആക്കി കൊടുക്കണം. അതിനുശേഷം ഇതിവിടെ താഴെ വന്നിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡായി വരുന്നുണ്ട്. ഇവിടെ അപ്ലോഡ് ഇമേജ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് തമ്പനെയിലിൻ്റെ ഓപ്ഷനാണ് ഈ കാണുന്നത്. ഈ കാണുന്നതൊക്കെ തമ്പനെയിലിൻ്റെ ഓപ്ഷനാണ്. ഇവിടെ അപ്ലോഡ് ഇമേജ് കാണിക്കുന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. ചൂസ് സജസ്റ്റഡ്, അതായത് ഫേസ്ബുക്ക് സജസ്റ്റ് ചെയ്ത തമ്പനെയിലാണ്. ഇതിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇനി അഥവാ ചൂസ് ഫ്രെയിം, നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോൻ്റെ ഓരോ ഭാഗവും നമുക്കിവിടെ കാണാൻ പറ്റും. ചൂസ് ഫ്രെയിം ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ വീഡിയോൻ്റെ ഓരോ ഭാഗവും നമുക്ക് ഏത് ഫ്രെയിം ആവട്ടെ, ഇത് വേണമെങ്കിൽ ഈ ഏരിയ വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് ഇത് വെച്ച് കൊടുക്കുക, ഇത് വേണമെങ്കിൽ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സേവ് തമ്പനെയിൽ അടിയിൽ നമുക്ക് കാണുന്നുണ്ട്. സേവ് തമ്പനെയിലിന് അടിഭാഗത്ത് നമുക്ക് സേവ് തമ്പനെയിൽ കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സേവ് ആയിട്ട് വരും. അപ്പോൾ നമുക്കത് വേണ്ട, നമുക്കത് ക്യാൻസൽ ചെയ്യാം. നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള തമ്പനെയിൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മുടെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിനുശേഷം ഈ അടിഭാഗത്ത് അപ്ലോഡ് ഇമേജ് എന്ന് കാണുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ നമ്മുടെ ഗാലറിയിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ള തമ്പനെയിൽ നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ആ തമ്പനെയിൽ വരുന്നതായിരിക്കും. കണ്ടോ, ഇവിടെ നമ്മുടെ ആ തമ്പനെയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്കിവിടെ ടാഗ് വെച്ച് കൊടുക്കണമെങ്കിൽ ടാഗ് വെച്ച് കൊടുക്കുക. പിന്നെ കൊലാബറേറ്റ് ചെയ്യണമെങ്കിൽ കൊലാബറേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വലിയ ഗുണം ചെയ്യുന്നില്ല എന്ന് എൻ്റെ ധാരണ. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിവിടെ 100% ആവണം. 100% ആയിക്കഴിഞ്ഞാൽ അത് നമുക്കിവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടൺസ് നമുക്കിവിടെ. ഇപ്പോൾ നിലവിൽ നമ്മുടെ വീഡിയോ ഇത് 100% അപ്ലോഡ് ആയിട്ടുണ്ട്. ഇവിടെ കണ്ടോ, 100% നമ്മുടെ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ വെക്കാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വെച്ചിട്ട് കാര്യമില്ല, ലോങ് വീഡിയോക്ക് വേണ്ടിയിട്ട് വെക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മളിവിടെ നെക്സ്റ്റ് അടിച്ചു കൊടുക്കാം. നെക്സ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഷെയർ നൗ, പിന്നെ അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യുക, സേവ് ഡ്രാഫ്റ്റ് ആക്കുക. ഓക്കെ, ഇപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വീഡിയോ കോപ്പിറൈറ്റ് ഒന്നും ഇഷ്യൂ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യാമെന്ന്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ 100% കാണിക്കും. ഓക്കെ, പിന്നെ ആഡ് ടു പ്ലേലിസ്റ്റ്, അവിടെ ഇപ്പോൾ പ്ലേലിസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഓണാക്കിയിട്ട് വെച്ച് കൊടുക്കണം. അപ്പം പിന്നെ ഷെയർ ടു ഗ്രൂപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഓണാക്കിയിട്ട് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ ടിക്കിൽ തന്നെ ഉണ്ടാവട്ടെ. ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് ഫേസ്ബുക്ക് തന്നെ അവിടെ ഓൾറെഡി ഡിഫോൾട്ട് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്ന് നോക്കാണ്ട് അതിനുശേഷം നിങ്ങളുടെ വീഡിയോസ് ഇവിടെ പബ്ലിക് ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. പബ്ലിക് ഉണ്ടോ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പബ്ലിക് എന്നുണ്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാവുന്നത്. ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. അല്ല പിന്നെ ഇപ്പോൾ ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് ഷെയർ ആയിക്കോട്ട് വരുന്നുണ്ട്. ഓക്കെ, കണ്ടാ, ഇനി നമുക്കിത് ഡൺ അടിച്ചു കൊടുക്കണം. ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് ക്രിയേറ്റ് റീൽ ചെയ്യണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. കാരണം വെച്ചാൽ അതിൽ തന്നെ 1 മിനിറ്റിൻ്റെ റീൽസ് പിന്നെ ചെയ്തിട്ട് നമുക്ക് റീൽസിൻ്റെ ഭാഗമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യണമെന്ന് ചോദിക്കുന്നു. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. അത് ഓൺ ദി സ്പോട്ടിൽ തന്നെ ചെയ്യാതിരിക്കുന്നത് നല്ലത്, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും. ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.